തിരുവനന്തപുരത്ത് വാഹന അപകടത്തിൽ ഒരു മരണം. നെയ്യാറ്റിൻകരയിലാണ് പ്രിയദർശിനി ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഉച്ചക്കട സ്വദേശി ഷർമ്മയാണ് മരിച്ചത്. വിവരങ്ങളുമായി ജ്യോതിഷ് എഴുതുന്നുണ്ട്. ജ്യോതിഷ്, എന്താണ് നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചത്? ഒരു മരണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബൈക്ക് യാത്രികനാണോ മരിച്ചത്? എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, നെയ്യാറ്റിൻകരയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഇന്ന് രാവിലെ ആണ് നാടിനെ നടക്കുന്ന ഒരു അപകടമുണ്ടായത്. പഴയ നെയ്യാറ്റിൻകര പഴയ ഉച്ചക്കട പെട്രോൾ പമ്പിന് മുൻപിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്കാണ് ഈ പ്രിയദർശിനി ബസ് ഇടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് ഈ ബൈക്കിൽ നിന്നും ഈ വീട്ടമ്മ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൽക്ഷണം ഈ ബസ് ഇവരുടെ ശരീരത്തോടെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ വെച്ച് തന്നെ ഈ വീട്ടമ്മയായിട്ടുള്ള ഷർമ്മ മരിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് മറ്റൊരു സൈഡിലേക്ക് എതിർദിശയിലേക്ക് വീണതിനാൽ എതിർദിശയിലേക്ക് വീണതിനാൽ രക്ഷപ്പെട്ടു. ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അശ്വതി, ജ്യോതിഷേ, ഈ ബസ് അല്ലെങ്കിൽ ബൈക്ക് ഏതെങ്കിലും വാഹനങ്ങൾ അമിത വേഗതയിലായിരുന്നുവെന്നോ അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? എന്താണ് ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? എങ്ങനെയാണ് അപകടം ഉണ്ടായത്? അശ്വതി, ഈ ബൈക്ക് ബസ്സിന് ഇത്തിരി സ്പീഡ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതനുസരിച്ചാണ് ഇവരുടെ ബൈക്കിലേക്ക് ഇടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് ബസ്സിനൊരു അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അശ്വതി, ശരി ജ്യോതിഷേ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഒരു ജീവനാണ് നിരത്തിൽ പൊലിഞ്ഞത്. എന്തായാലും ബസ് അമിത വേഗതയിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുമ്പോഴും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പോലീസ് അന്വേഷിക്കണം. എന്തായാലും ദൃക്സാക്ഷികളുടെ വിവരപ്രകാരം പ്രിയദർശിനി പാഞ്ഞു വരികയായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജീവനാണ് നിരത്തിൽ പൊലിഞ്ഞത്. ഉത്തരം പറഞ്ഞേ മതിയാകൂ. ജ്യോതിഷ് ജനാർദ്ദനാണ് വിവരങ്ങൾ തലസ്ഥാനത്ത് നിന്നും പങ്കുവച്ചത്.